ഉദ്ഘാടനം ചെയ്യാൻ പ്രിയപ്പെട്ട അരുണം മാഷെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്ത് പ്രിയപ്പെട്ട സലീം ഹുസൈൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ചടങ്ങ്, ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ അരുണം മാഷെ ക്ഷണിക്കുന്നു. ഇരിങ്ങാലക്കുടയിലെ പ്രിയങ്കരിയായ പ്രിൻസിപ്പൽ ചെയർപേഴ്സൺ ഇമ്മിയ ഷിജു അല്പം വൈകിയാണ് എത്തിയത്. പക്ഷേ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങോട്ട് കടന്നു. പ്രിയപ്പെട്ട ശ്രീ തോമസ് ഉണ്ണിയാണ് സ്ഥലത്തില്ല, വേളാങ്കണ്ണിയിൽ ഒരു പ്രാർത്ഥനയ്ക്കായി പോയിരിക്കുകയാണ്. ബാക്കി എല്ലാ ആളുകളും ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇരിങ്ങാലക്കുടയുടെ പ്രിയപ്പെട്ട അരുണം മാഷെ ഈ ചടങ്ങിന്റെ ഉദ്ഘാടനത്തിനായി ക്ഷണിക്കുന്നു. വളരെ ആരാധനായ അധ്യക്ഷൻ അഡ്വക്കേറ്റ് എം എസ് അനിൽകുമാറും നമ്മുടെ മുഖ്യ അതിഥി ശ്രീമതി ഇമ്മിയ ഷിജു, ആശംസകളുള്ള മിനി മോഹൻദാസ്, കെ കെ ശോഭനൻ, KPCC എക്സിക്യൂട്ടീവ് അംഗം ശ്രീ വണ്ടി ജോൺസൺ, നഗരസഭാധികാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി അബ്ദുൾ ബഷീർ, അഡ്വക്കേറ്റ് വി സി വർഗീസ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, നന്ദി പറയാനുള്ള CG യോഹന്നാൻ, അതുപോലെ തന്നെ വളരെ പ്രശസ്തരും പ്രഗത്ഭരും വലിയ വലിയ വിജയങ്ങൾ കൈവരിച്ച് അവാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികൾ, സ്നേഹിതർ, ജയ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പരിപാടി ഇത് നമ്മുടെ സാരി. എനിക്ക് പ്രത്യേകം പറഞ്ഞാൽ ഈ അനിൽകുമാറിൻ്റെ MS അനിൽകുമാറിൻ്റെ പരിചയം സാരി വിഷയം കണക്കാടായിട്ടില്ല. വോട്ട് ചോദിച്ച് നടക്കുന്ന മകളയുടെ വീട്ടിൽ സാരിയെ വിളിച്ചിരുന്നു. അപ്പൊ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് PS ഇക്ബാൽ അവിടെ ഉണ്ട്. PS ഇക്ബാൽ ആണെങ്കിൽ എൻ്റെ ഒരു പാർട്ടിക്കാരനാണ്. എപ്പോൾ നമ്മൾ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്തെങ്ങനെയാണെന്ന് പറഞ്ഞ് അവിടെ അലിയനോടെന്നൊക്കെ പറഞ്ഞിങ്ങനെ വന്നപ്പോൾ വലിയൊരു അടുത്ത ബന്ധമാണ്. ഈ മനുഷ്യരൊക്കെ കാണുമ്പോൾ ഫോർ സം അൺനോൺ റീസൺസ് എനിക്ക് കാളിദാസനെ കണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, രമ്യാണി വീക്ഷ്യം അഭിലാഷിച്ച നിശബ്ദ ശബ്ദാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മധുരങ്ങളായ ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ, ചില കാഴ്ചകളൊക്കെ കാണുമ്പോൾ പൂർവ്വജന്മത്തിൽ എവിടെയൊക്കെ മറന്നിട്ട് പോയ ചില ദൃശ്യങ്ങൾ മനോമുഖരത്തിൽ കാണാൻ കഴിയുമെന്ന് പറഞ്ഞു. സങ്കല്പങ്ങളാണ്, സങ്കല്പങ്ങൾ വളരെ നല്ലതാണ്. അതിലേക്ക് മനുഷ്യരെന്നേ ചിതറിച്ചു പോയാലും അങ്ങനെ എനിക്ക് ഈ സാരിനെ കണ്ടപ്പോൾ സദാസമയവും പ്രഭചരിയുന്ന ഉള്ളിൽ മനുഷ്യത്വത്തിന്റെ വലിയ ഒരു ഉറവ് സൂക്ഷിക്കുന്ന മാന്യദേഹമായിരിക്കുന്നു. എനിക്ക് തോന്നിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ തോന്നൽ കഴിവുള്ളതൊന്നുമല്ല. എന്നാൽ അത്യാവശ്യം ഈ 10-35 വർഷക്കാലൊക്കെ കുട്ടികളെ പഠിപ്പിച്ചു കഴിയുമ്പോൾ കൃത്യമായിട്ടൊക്കെ ചില കാര്യങ്ങൾ പറയാൻ കഴിയും. വലിയ തെറ്റൊന്നും സംഭവിക്കില്ല. ഈ സാരിയെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു വലിയ നല്ല ഒരു സുഖാനുഭവം ഉണ്ടായി. പക്ഷെ വളരെ പെട്ടെന്നാണ് ആ സുഖാനുഭവം ഒലിഞ്ഞത്. അപ്പോൾ ആശ്വസിപ്പിക്കുക അല്ലെ, ഈ മരണ വീടുകളിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ചില ചോദ്യങ്ങളും സംശയങ്ങളാണ്. എന്താണ് നമ്മൾ അവിടെ ചെന്നിട്ട് ചെയ്യാനുള്ളത്? എന്താ ചെയ്യാൻ? ഞാൻ ഈ അനിൽകുമാറൊക്കെ ട്രെയിനിൽ കിട്ടി 6 മണിക്കൂറാണ് ആലോചിച്ചിട്ട് ബോറടിക്കാൻ വേറൊന്നും വേണ്ടത്. അപ്പൊ അനിൽകുമാരെ കിട്ടുമ്പോൾ ഇങ്ങനെയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് അനിൽകുമാറൊന്ന് സംസാരിക്കാനൊരു ശ്രമമൊക്കെ നടത്തും. ഞാൻ കൊടുക്കില്ല. പിന്നെ ആൾക്കാർ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങളുടെ സംഭാഷണം കേൾക്കാൻ അപ്പൊക്കെ വേണമെങ്കിൽ ചില ആൾക്കാരെ കേൾക്കും. ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാല് ഈ ജീവിതം എന്നൊക്കെ പറയുന്നത് നമ്മൾ വളരെ ആൾക്കാരൊക്കെ പ്രത്യേകിച്ച് പ്രഭാഷണങ്ങൾ ഈ കൂട്ടി എഴുതുന്ന പോലെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ പാടില്ല. കോൺഗ്രസ്സുകാരനാണോ അവിടെ നിൽക്കുന്നത്, കമ്മ്യൂണിസ്റ്റുകാരനാണോ മക്കാരായിട്ട് സംസാരിക്കുന്നത്, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ അങ്ങോട്ടും തീരെ വീട്ടിൽ പോകരുത്. എന്തെല്ലാം നിബന്ധനകളാ, എന്തെല്ലാം നിർബന്ധങ്ങളാ, എന്തെല്ലാം ചടങ്ങുകളാ, എങ്ങനെ ഈ ലോകം മുന്നോട്ട് പോകാം. അപ്പൊ അതില്ലാത്തൊരു ലോകം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് അക്ഷരമായ പരിശ്രമം നടത്തിയ നല്ല സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു അകാല ചർമ്മം പൂകിയ സായി. അത് ഞാൻ സൂചിപ്പിച്ചു വരുന്നത് കാണുമ്പോൾ അറിയാൻ പറ്റുന്ന അർത്ഥം. അപ്പൊ അതുകൊണ്ടാണ് പഴയ കാലത്ത് ഒരുപാട് ആൾക്കാർ പാടിയിട്ടുണ്ട്. ഞാൻ ആ വിഷയങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. എന്നുവെച്ചാൽ മരണം പ്രത്യേകിച്ച് ഇത് അകാല വിധിയാണ് അല്ലേ. അപ്പോ
വളരെ പ്രസിദ്ധമായിട്ട് മഹാകവി കുമാരനാശാൻ, എല്ലാവരും കുമാരനാശാനിലേക്ക് പോകുന്നുണ്ട്, കുഴപ്പമില്ല കേട്ടോ. കാരണം നമ്മുടെ പ്രശസ്തനായ ഒരു എഴുത്തുകാരുണ്ടായിരുന്നല്ലോ, അയാളുടെ പേര് OV വിജയൻ. വിജയൻ ഇങ്ങനെ ഇരുന്നിട്ട് ഈ ട്രെയിനിൽ ഇരുന്നിട്ട് യാത്ര ചെയ്യുമ്പോൾ പറയും പഴയ കാലത്ത് നൊബേൽ സമ്മാനത്തിന് അർഹനായിട്ട് മലയാളത്തിൽ ഒരാളുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഉണ്ണായി വാര്യർ. നമ്മുടെ ഉദാഹരണ നലചരിതം 4 ദിവസം മാട്ടക്കഥ അതൊന്നേ ഉള്ളൂ. ആര്? ജോസഫ് മുണ്ടശ്ശേരി. അത്ര മഹത്തായ കഥയാണ്. അപ്പൊ ഉണ്ടായി വരും. നമുക്കതേ കഴിവൊന്നുമില്ലെങ്കിൽ ഒരു 25 ലക്ഷം രൂപയ്ക്ക് വെച്ചിട്ടുണ്ട്. കാര്യമില്ല, 50 കോടി കിട്ടിയാലും കാര്യമില്ല. ഉണ്ണായി വാര്യരൊക്കെ എത്ര അധികം നോബൽ സമ്മാനം കിട്ടിയാലും വിജയിച്ച് ലഭിക്കാമെന്ന് കഴിഞ്ഞാൽ ഇനി വല്ലവരുണ്ടെങ്കിൽ അയാളാണ്. അത് OV വിജയനാണ്. പിന്നെ വല്ലവരുണ്ടോ എന്ന് ചോദിച്ചു. കുട്ടികൾക്ക് വേണ്ടിയിട്ടൊന്നും മാഷത് പറയുന്നത്. പിന്നീട് വന്ന കാലഘട്ടത്തിലാണെങ്കിൽ മഹാകവി കുമാരനാശാൻ ഉണ്ടാകുന്നത് മനോഹരമാണ്. കുമാരനാശാൻ ഇപ്പൊ വല്ലവരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് പറഞ്ഞു നമ്മുടെ സിൻഡിക്കേറ്റൊക്കെ എഴുതിയിട്ടുള്ള തിരുവല്ലാമരക്കാരൻ പ്രസിദ്ധനായ ഹാസ്യം VKN കേട്ടിട്ടുണ്ടായിരുന്നു. ജോജോട് വേണ്ടിയിട്ടല്ല, VKN വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലായില്ല പോലും. പക്ഷെ VKN വളരെ വലിയ ശ്രേഷ്ഠനായ ഹാസ്യ സാഹിത്യകാരനാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒറ്റ കഥയിലില്ല. OV വിജയനറിയും, M മോഹനറിയും, MT വാസുദേവൻ അറിയും, ആരോഗ്യത്തെ. പക്ഷെ VKN അറിയുന്നില്ല. ഇപ്പൊ മരിച്ചിട്ടുള്ളൂ, ഒരു 50 കൊല്ലായിട്ടില്ല മരിച്ചിട്ട്. VKN വലിയ സാഹിത്യകാരനാണ് മലയാളത്തില്. അപ്പൊ അതൊക്കെ ഇവിടെ പറഞ്ഞു വന്നിട്ട് കുമാരനാശാൻ പാടി നിശി പാന്തപാദം ബാധിച്ച് രൂക്ഷശില വാഴുവതിൽ നിന്ന് മേഘജ്യോതിസുതൻ ചെടിക ജീവിത മല്ലികാന്യം സാരിനെ കുറിച്ച് പാടിയതാണ്. നിശി രാത്രിയിൽ വഴിയാത്രക്കാരുടെ കാലിനെ വേദനിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന വൃത്തികെട്ട പാറ, മൂർച്ചയുള്ള പാറ. അതിനേക്കാൾ ഭേദം ആ വഴിയാത്രക്കാരന് ഈ പാറയിന്മേൽ ചെന്ന് കയറാതിരിക്കുന്നതിന് വേണ്ടി വെളിച്ചം കൊടുക്കുന്ന മിന്നലല്ലേ ചെടികൾ. പെട്ടെന്ന് വന്നു, പെട്ടെന്ന് പൊലിഞ്ഞു, പക്ഷെ ഉപകാരം ചെയ്തു. മറ്റേതോ പാറകളെ നിൽക്കുക നമ്മളെ പോലെ മരിക്കാണ്ടിരിക്കണമല്ലോ. പാറകൾ മറ്റുള്ളവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അതല്ലല്ലോ പാരാവാരം അല്ലെ, ലൗകിക ദുഃഖമാകുന്ന പാരാവാരത്തിൽ കിടന്ന് മനുഷ്യൻ ഉടർന്ന് എല്ലാവരും ഉള്ളത് പാരാവാരം. ലൗകിക ദുഃഖമാകുന്ന അച്ഛനും ഫാദറ് അവരൊന്നും പെടില്ല. ഈ പാരാവാരം ഈ സമുദ്രം ഉണ്ടല്ലോ, ലൗകിക ദുഃഖമാകുന്ന സമുദ്രം. ഇപ്പൊ എന്റെ മോള് തിരുത്തായിരിക്കും, നാളെ റാഷൻ മേടിക്കട്ടെ, അച്ഛനെന്തായിരിക്കും MBBS വിടുന്നത്, സെന്റ് ജോസഫിക്ക് വിടുന്നത്, ക്രൈസ്റ്റിന് കിട്ടുമോ? ഈ ലൗകിക സമുദ്രത്തിൽ കിടന്നിട്ട് ഉണർന്ന് പാരാവാരം മറുകരത്തണ്ട് എത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ പാറകളാണ്. പെട്ടെന്ന് മരിച്ചു പോകുന്നൊരു ഭാഗ്യമാണ്. അതായത് കുമാരനാശൻ പാടിയത് നിശി പാന്തപാദം ബാധിച്ച് എപ്പോഴും മനസ്സിലൊക്കെ വെച്ചിരിക്കും. നിശി പാദം ബാധിച്ച് രൂക്ഷശില വാഴുവതിൽ നിന്ന് അതിനൊക്കെ ഭേദം മേഘജ്യോതിസ് മിന്നൽ, മേഘജ്യോതിസുകൾ ക്ഷണിക ജീവിതം. പെട്ടെന്ന് വന്നു, പെട്ടെന്ന് പോയി. അതല്ലേ കാമ്യം, അതെല്ലാം ആഗ്രഹിക്കേണ്ടത് നമുക്കൊക്കെ ഉള്ളാണ്ടിട്ട. 95 വയസ്സ് വരെ ഇരുന്ന് രാഷ്ട്രീയം കൊണ്ടുവന്ന് ആൾക്കാരെ ബുദ്ധിമുട്ടിച്ച് ബോറടിപ്പിച്ച് നശിപ്പിച്ച് ക്ഷമിക്കണം. ഞാനും ഒരാളാണ്. അത് വേണ്ടാന്നർത്ഥം. വേഗമൊക്കെ ഈ സ്ഥലം ഒഴിഞ്ഞു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം വേദം ഒരിക്കൽ ചോദിച്ചു. പിന്നെ ഷേക്സ്പിയർ we are such stuff as dreams are made on and our little life is rounded with the sea. എത്ര മനോഹരമൊക്കെ we are such stuff as dreams are made on. സ്വപ്നങ്ങൾ എന്തുകൊണ്ടാണോ നെയ്തെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന് നെയ്തെടുത്തിരിക്കുന്നത്. ഉറക്കത്താൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ സ്വപ്നം പോലെ സ്വപ്നം ഉണ്ടാക്കിയിരിക്കുന്ന അതേ നൂല് കൊണ്ടാണ് നമ്മൾ സ്വപ്നം പെട്ടെന്ന് തകരും, നമ്മളും പെട്ടെന്ന് തകരും. അത് ഷേക്സ്പിയർ. പിന്നെ ഷേക്സ്പിയറുടെ ലൈഫ് ഈസ് എ ടൈം told by an idiot with the full of sound and fury signifying nothing. ശബ്ദമുഖരിതമായ ഒരു വിഡ്ഢി പറഞ്ഞ കഥയാണ് ജീവിതം. നമ്മളൊക്കെ പറയുമ്പോൾ യുക്തിപത്രയൊക്കെ പറയാം. വിഡ്ഢികൾ പറയുമ്പോൾ യുക്തിപത്രത്തില്ല, ഞാൻ ചത്തു അതന്നെ. അങ്ങനെ ഇങ്ങനെ പോയിട്ട് ഞാൻ ചത്തു എന്ന് പറഞ്ഞാൽ വിഡ്ഢി പറയാം. നമ്മളെങ്കിലും ആശുപത്രി കൊണ്ട് പിന്നെ അവിടെ കഴിയുമ്പോൾ 18 ദിവസം മറ്റേ ഡോക്ടർ ഈ ഡോക്ടർ സമയം 4:45 4:57 ആയപ്പോഴേക്കും മരിച്ചു എന്ന് യുക്തിയോടുകൂടി നമ്മൾ പറയുന്നതിന് വരാൻ അവനാ ശ്രദ്ധയുണ്ട്. അവരൊക്കെ മരിച്ചു കഴിഞ്ഞു. നാടൻ ശൈലിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതും മറ്റേ ലൈഫ് ഈസ് എ ഗെയിം. പഴയ കാലത്ത് ഹെമിംഗ്വേയാണ് പറഞ്ഞതെന്ന് പറയാം.
പക്ഷെ ഗംഭീരമല്ല പലപ്പോഴും പിൽക്കാലത്ത് നമ്മുടെ കാലഘട്ടത്തിലേക്ക് മാറ്റി തന്നാണ് എം ടി വാസുദേവനല്ല. ലിംഗബോധമില്ലാത്ത കോമാളിയാണ് മരണം. എപ്പോഴാ മടങ്ങി വരിക, എപ്പോഴാ കയ്യിൽ വരിക? കോമാളിയാണ് കണ്ടിട്ടില്ലേ സർക്കസിലൊക്കെ? എപ്പോഴെങ്കിലും വരാം, എപ്പോഴേലും പോകാം. ലിംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ് മരണം. ആ കോമാളി പക്ഷം മരണം ശാരീരികത്തിലേക്ക് വന്നു, ഒരു കോമാളിലേക്ക് വന്നു, ശാരീരിക. പക്ഷേ അതിന് മുമ്പ് ഷേക്സ്പിയർ തന്നെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുന്നത്? വേൾഡ് ഈസ് എ തിയേറ്റർ. എന്ത് രസാ! ലോകം ഒരു നാടകവേദിയാണ്. നമ്മളൊക്കെ നടന്മാരാണ്. എപ്പോഴാണ് സ്റ്റേജിലേക്ക് പ്രവേശിക്കേണ്ടത് എന്ന് നമുക്കറിയാം. എപ്പോഴാണ് വേദിയിൽ നിന്ന് പുറത്തു പോകേണ്ടതെന്നും നമുക്കറിയാവുന്നത്. എത്ര മനോഹരമാണ്! സാരിയെപ്പോലുള്ള ചെറുപ്പക്കാർ സദാസമയവും സമൂഹത്തിൻ്റെ വ്യത്യസ്തവും വിഭിന്നവുമായ മേഖലകളിലേക്ക് സേവനത്തിൻ്റെ പ്രകാശം നിതാന്തമായിട്ട് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ അകാല നിര്യാണം എന്നെ ബാധിക്കുമ്പോൾ ദുഃഖം, വ്യഥ, അപ്പോഴൊക്കെ എനിക്ക് ഈ മഹാന്മാരുടെ അതിപ്രശസ്തവും പ്രഗത്ഭവുമായ വരികൾ ഓർമ്മ വന്നിട്ട് എനിക്ക് സ്വാതന്ത്ര്യം തോന്നി, എന്നെ ആശ്വസിപ്പിക്കും. എൻ്റെ നെഞ്ചിൽ ചന്ദന തൈലം പുരട്ടും ചന്ദനത്തിൻ്റെ കുളിയിൽ കോരിയിട്ടു. ഇതാണ് ആശ്വസിക്കാനുള്ളത് വഴി. പക്ഷേ ഇതൊക്കെ മാസ്റ്റർ ഇത് നമ്മുടെ കിട്ടണ, നമ്മുടെ രണ്ട് കിട്ടണമെന്ന് ഈ പറയുന്നത് നമ്മുടെ കിട്ടണത് ഇതിനോട് പിന്നെ ഞാൻ അവിടെ കാശ് കൊടുത്ത് വെച്ചാൽ ഒക്കെ എൻ്റെ 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 ഈ കൈക്കോട്ടില്ലേ അതാണ് ഒക്കെ എൻ്റെ. എവിടെ നമ്മൾ തുടങ്ങിയത്? നമ്മളെന്ന് പറയുന്നത് തുടങ്ങി ഞാനും നിങ്ങളും ഒക്കെ എൻ്റെ മകൻ. ഇപ്പോൾ അതിനടുത്ത് ചില ആൾക്കാർ വേറെ ഞങ്ങള് ജനിക്കുമ്പോൾ എനിക്ക് തമാശയ്ക്ക് പറഞ്ഞ ചില ആൾക്കാർ എൻ്റെ അച്ഛൻ ഒരു 3-4 പ്രാവശ്യം എൻ്റെ അച്ഛൻ 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 പറഞ്ഞ പോലെ അപ്പൊ സംശയം തോന്നി വലിയ പ്രത്യേകതയില്ല. അപ്പൊ അന്വേഷിക്കും നമ്മൾ. ഞാനിതൊന്നും തമാശയ്ക്ക് നിത്യജീവിതത്തിൽ നടത്തിയെടുക്കുന്ന കാര്യങ്ങളാണ്. നമ്മളൊക്കെ അവരവരിലേക്ക് എന്നെ നോക്കിയിരിക്കുന്നവരാണ്. എന്നിട്ട് അനിയനെയോ അങ്ങനെ മാഷയോ അതുപോലെയുള്ള ആൾക്കാർക്ക് ലിമിനെയോ ഒക്കെ കുറ്റം പറയും. ഒക്കെ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുന്ദരമായിട്ടൊരു ചാരികസേനയിൽ കുറച്ച് പുസ്തകങ്ങൾ കൊണ്ടുവന്ന് വെച്ച് കട്ടൻ ചായയും ഇങ്ങനെ കുടിച്ചു വായിച്ചിട്ട് സർഗധനരായ എഴുത്തുകാർ നമ്മളുടെ മുമ്പിൽ അക്ഷരലോകത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന സ്വർഗീയങ്ങളായ മണ്ഡലങ്ങളിലേക്ക് ഉദ്ദീനം ചെയ്യാൻ പറക്കാനുള്ള ശക്തമായ പക്ഷവുമായിട്ട് ഇരിക്കേണ്ട നമ്മൾ ഇവിടെ ഇതിലും ലോകത്ത് ജനിച്ചവരൊക്കെ ഞങ്ങളുടെയൊക്കെ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് എൻ്റെ സുഹൃത്തുക്കളാണ്. അജാത ശത്രു എന്ന് പറഞ്ഞിട്ടൊരു പ്രയോഗമുണ്ട്. ജനിച്ചിട്ടില്ലാത്ത ശത്രുക്കളോട് കൂടിയവൻ. ഇനി ആരെങ്കിലും ജയിച്ചിട്ട് വേണം. അന്നമാഷെന്നുള്ളവർക്കല്ല, മനുഷ്യത്വം കൊണ്ട് നടക്കാൻ ശ്രമിക്കണം. അങ്ങനെ മനുഷ്യത്വം കൊണ്ട് നടന്നിട്ട് ഈ രാജ്യത്തെ ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടി ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിലും സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയിലൊക്കെ അംഗമായിട്ടുള്ള സാലി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ അകാല ദേഹവിയോഗം എന്തൊരു എളുപ്പമല്ലേ? പദങ്ങളൊക്കെ കേൾക്കുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പകരം വെക്കാൻ പറ്റും ഒരാളെ. ഒരു ബദൽ കണ്ടെത്താൻ പറ്റുമോ നിങ്ങൾക്ക്? സാലിക്ക് ഒരാൾക്കും ബദൽ പറ്റില്ല, ഒരാൾക്കും പകരം വെക്കാൻ പറ്റില്ല. മരണം അത്ര നല്ല സാധനമാണ് അല്ലേ? മരണം നല്ല സാധനമാണ്. ആ പ്രായത്തുമ്പോൾ മരണമേ എന്ന് പറഞ്ഞിട്ട് വാതിലുകളൊക്കെ തുറന്നിട്ടിട്ട് മരണത്തിനെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവണം. പക്ഷെ അതിനു മുമ്പ് ചോദ്യമുണ്ട്. ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ഫ്രാൻസ് ബാക്കൻ്റെ ഒക്കെ ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ട്. വളരെ മനോഹര ലേഖനങ്ങൾ, പ്രബന്ധങ്ങൾ പോലെ. അല്ല, ഞാനൊക്കെ ഒരു 30 വയസ്സായി ഏകദേശം മരണാസന്നനാണ്. അല്ല, അമ്മൊന്നും പറയില്ല, അമ്മയ്ക്ക് ദുഃഖമില്ല, അമ്മൊന്നും മൂടും. പക്ഷേ ഈ മരണാസന്നായ ചങ്ങാതി മകൻ പറയുന്നത് എനിക്കൊരു കാര്യം അറിയണമെന്ന്. അപ്പം അമ്മ മുന്നിൻ്റെ പോകല കൊണ്ട് കണ്ണീർ ഉറച്ചിട്ട് എന്താ പോലെ അറിയേണ്ടത്? ഈ 30 കൊല്ലക്കാലം ജീവിച്ച് എന്നെ കുറിച്ച് മരിക്കാൻ പോവുക. അതിനൊന്നും എനിക്ക് അറിയാനുള്ള അവകാശമുണ്ട്. നിങ്ങൾ എന്നെ കുറിച്ച് എന്താണ് അഭിപ്രായം സ്വരൂപിച്ചിട്ടുള്ളത്? ഈ ലോകം എന്താണ് അഭിപ്രായം സ്വരൂപിച്ചിട്ടുള്ളത്? മരണാനന്തരം പല ആദ്യകാലത്ത് ഞാൻ പറയുന്നില്ല, കുറച്ച് ഈ അച്ഛന് വേണം പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രശസ്തനായ ഇംഗ്ലീഷും മലയാളവും നോവലൊന്നും വരുന്നില്ല. എന്നാൽ പിന്നെ എങ്ങനെയാണ് ഒരു നോവൽ എഴുതേണ്ടത്? നോവൽ പ്രസ്ഥാനം, പുസ്തകം ആരെഴുതി? MP പോൾ എഴുതി. ചെറുതൊന്നും വരുന്നില്ല മലയാളത്തിൽ. അപ്പോൾ MP പോൾ ചെറുതാ പ്രസ്ഥാനം എഴുതി.
ഇത് രണ്ട് പുസ്തകങ്ങളും വായിച്ചിട്ട് ചെറുകഥയുടെ ഏറെക്കുറെ നോവലിന്റെയും രംഗത്ത് വന്നവരാണ് പിന്നീട് നവോത്ഥാന ചെറുനാടകത്തുകൾ മുഴുവൻ. ഈ MP പോൾ ഇവിടെ സെന്റ് തോമസിൽ പഠിക്കുമ്പോൾ EMS-ഉം അച്യുതമേനോനും രണ്ട്, പിന്നെ നമ്മുടെ KT അച്യുതനും മറ്റമല്ലായിരുന്നു, KT അച്യുതനും ഇറങ്ങി പോവുക. അപ്പോ പ്രിൻസിപ്പൽ അച്ഛൻ ചോദിച്ചു, എങ്ങോട്ടാ പോവുക? സ്വാതന്ത്ര്യത്തിന് പോവുക, കടപ്പുറത്ത് പോകണം, കോഴിക്കോട്, 3 പേരും പോവുക. KT അച്യുതൻ, C അച്യുതൻ, EM ശക്തിയുള്ളത്. അപ്പോ ഇവര് പോയി, ഇവർ രണ്ടുപേരും തിരിച്ചു വന്നു. EMS തിരിച്ചു വന്നില്ല. ഞാനിപ്പോ EMS-ന്റെ ഇത് പറയാൻ വേണ്ടിയിട്ടല്ല, അച്യുതമേനോൻ എനിക്ക് വേണ്ടപ്പെട്ടവൻ തന്നെ. കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ ഒന്നും പ്രശ്നമില്ല, വലിയൊരു തലമുറയാണ്. ഞാനിപ്പോ അതൊന്നും പറയാനല്ല നിന്നത്. അപ്പൊ അവിടുത്തെ അച്ഛൻ പറഞ്ഞേ, EMS വന്നില്ലല്ലേ, വേണ്ട, അവൻ ചരിത്ര വിദ്യാർത്ഥിയാണ്, പക്ഷെ അവൻ ചരിത്രം സൃഷ്ടിക്കുന്നു പറഞ്ഞു. അതിനു മുമ്പ് അവിടുത്തെ അച്ഛൻ ഇവരോടുള്ള പെരുമാറ്റം പ്രിൻസിപ്പൽ അച്ഛന്റെ സുഖകരമല്ലാത്തത് കൊണ്ട് MP പോളിന് അഭിപ്രായം പറഞ്ഞപ്പോൾ MP പോളിനെ കോളേജ് ലെക്ചർഷിപ്പിൽ നിന്ന് പുറത്താക്കി. സെന്റ് തോമസ് MP പോളിനെ ട്യൂട്ടോറിയൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവില്ല, പലതിന്റെ ഉപജ്ഞാതാവാണ്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം മലയാളത്തിലെ ഏറ്റവും വലുത് ആരുണ്ടെങ്കിൽ MP പോള്. ട്യൂട്ടോറിയൽ പ്രസ്ഥാനം ആരുണ്ടെങ്കിൽ MP പോള്. ട്യൂട്ടോറിയൽ പ്രസ്ഥാനത്തിൽ MP പോളിനെ കോളേജിൽ നിന്ന് സെന്റ് തോമസിൽ നിന്ന് പുറത്താക്കിയപ്പോ പിള്ളേർക്ക് ചെന്നിട്ട് പറഞ്ഞല്ല, സാറേ ഞങ്ങൾക്ക് ഇനിയിപ്പോ സാറിന്റെ ക്ലാസ് എങ്ങനെ കിട്ടാൻ? നിങ്ങൾ 2-3 ബെഞ്ച് മേടിച്ചിട്ട് പഠിച്ച പറയണ ഞാൻ അവിടെ ഒന്ന് പഠിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെയുള്ള കേരളത്തിലെ ട്യൂട്ടോറിയൽ പ്രസ്ഥാനം ഉണ്ടാവുന്നത് MP പോളിന് നല്ല വിഷയം. പിന്നെ ചങ്ങനാശ്ശേരി SB കോളേജിൽ പോയി അവർക്കും പുറത്താക്കി.